അതുകൊണ്ട് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ്, നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട്, മനസ്സിലാക്കാത്തവരുണ്ട്, മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട്. ഞാൻ ഇന്നലെ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയാരെ ക്ലിപ്പാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? 1989 ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ അകന്നുപോയിട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ അന്നും പറഞ്ഞതാണിത്. ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നമ്മളെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബ്ഹാനല്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിക്കുമ്പോ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമാഅത്തായി, പണ്ഡിതന്മാരും അല്ലാത്തവരും, അവർക്കൊക്കെ മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാര് ഫത്വ കൊടുത്തത്. ഈ കെ അബൂബക്കർ മുസ്ലിയാര് ഫത്വ കൊടുത്തത്, കണ്യത്ത് ഉസ്താദ് ഫത്വ കൊടുത്തത്, ശൈഖ് ആദം ഹസ്രത്ത് ഫത്വ കൊടുത്തത്, സമസ്ത കേരള ജമീഅത്തിന്റെ മുൻഗാമികളായ കൊയപ്പക്കുഞ്ഞായി മുസ്ലിയാര് ഫത്വ കൊടുത്തത്, ശൈഖ് ആദം ഹസ്രത്ത് ഫത്വ കൊടുത്തത്, അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസംഗിക്കാൻ വന്ന ആളാണ് ഞാൻ ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലും തന്നെ ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഞാനത് നമ്മുടെ പ്രവർത്തകന്മാര് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ, ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഒരു ചിത്രം. അതിന്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ഫദ്ലുൽ പൂക്കോയ തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം. ഫദ്ലുൽ പൂക്കോയ തങ്ങൾ മുതലക്കുളം മൈതാനിയിൽ മുമ്പൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്. പക്ഷേ മഹാനായ ഫദ്ലുൽ പൂക്കോയ തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ആ ഒരു പരിപാടിയിൽ, എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രമാണ് സുബ്ഹാനല്ലാഹ് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫദ്ലുൽ പൂക്കോയ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ? ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ? പക്ഷേ അത്തരത്തിലുള്ള സദസ്സിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനെതിരായ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെ പറയാതെ പണ്ഡിതന്മാരിരുന്നാൽ അത് അല്ലാഹുവിന്റെ ദീനിനെതിരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ അതിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധമായ കളവാണ്, സത്യത്തിന് വിരുദ്ധമാണ്. അതിന്റെയൊക്കെ മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രമറിയാകുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മൾ അതിനൊക്കെ മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ പൂതിയും തൽക്കാലം അവിടെ വെച്ചാൽ മതി. ഞങ്ങൾ ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന, സമുദായത്തിന്റെ നന്മക്ക്, രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ ലക്ഷ്യം. അല്ലാതെ കുറെ വിഴുപ്പലക്കലുകൾ അല്ല എന്ന് ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.